അടുത്തിടെ നടി സിമ്രാൻ നടത്തിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഒരു പ്രമുഖ നടിയുടെ വർക്ക് കണ്ട് അഭിപ്രായം മെസ്സേജ് അയച്ചപ്പോൾ തന്നെ വേദനിപ്പിച്ച മറുപടിയാണ് ലഭിച്ചതെന്ന് സിമ്രാന്റെ പ്രതികരണം. ആന്റി റോളുകൾ ചെയ്യുന്നത് നല്ലതാണെന്ന് ആ നടിയുടെ മറുപടി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡബ്ബ റോളുകൾ ചെയ്യുന്നതിനേക്കാൾ ആന്റി റോളുകളാണ് നല്ലതെന്ന് തനിക്ക് അവരോട് പറയാനുള്ളതെന്നും സിമ്രാൻ തുറന്നടിച്ചു. പരാമർശം ചർച്ചയായപ്പോൾ പല അഭിപ്രായങ്ങളും വന്നു. ജ്യോതികയാണ് സിമ്രാൻ ഉദ്ദേശിച്ചതെന്ന വാദവും വന്നു. ഡംബക്കാട്ടൽ എന്ന സീരീസിൽ ജ്യോതിക അടുത്തിടെ അഭിനയിച്ചിരുന്നു. ചിലർ നടി ലൈലയായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ഇപ്പോഴിതാ താൻ അന്ന് വേദിയിൽ നടത്തിയ തുറന്നുപറച്ചിലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സിമ്രാൻ. ജെഎഫ്ഡബ്ല്യുമായുള്ള അഭിമുഖത്തിനിടെയായിരുന്നു പരാമർശം. ദയ നമ്മുടെ ദൗർബല്യമാണെന്ന് അവർ തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ സംസാരിക്കാവൂ. ഞാൻ ഗോസിപ്പ് പറയുന്ന ആളല്ല. ഗോസിപ്പ് പറയാനോ പാർട്ടിക്ക് പോകാനോ എനിക്ക് സുഹൃത്തുക്കളുമില്ല. ഞാൻ എൻ്റെ ലോകത്തായിരിക്കും. എനിക്ക് സുഹൃത്തുക്കൾ ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നെപ്പോലെ ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ അവർ ക്ഷമിക്കാം. വീണ്ടും അവഗണിച്ചാൽ അവൾ ദുർബലയാണെന്ന് കരുതി നമ്മൾ ലക്ഷ്യം വെക്കും. തക്കതായ മറുപടി നൽകണമെന്ന് ഞാൻ കരുതി. എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് വളരെ വിഷമം തോന്നിയിരുന്നു. അങ്ങനെയൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അവളുടെ അഭിപ്രായമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ വാക്കുകൾ ഉചിതമായി ഉപയോഗിക്കണം. ഒരു മെസ്സേജ് ആരെങ്കിലും അയക്കുന്നതിന് മുമ്പ് അവർ എങ്ങനെയാണ് ആ മെസ്സേജ് എടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ താങ്ക് യു എന്ന് മറ്റ് പറയാമായിരുന്നു സിമ്രാൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഗുഡ് ബുക്കിലില്ലാത്ത ആളാണെങ്കിലും പൊളൈറ്റ് ആയിരിക്കണം. ആളുകളെ വേദനിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്ന ഈ വീഡിയോയ്ക്ക് ഇത്രയും വലിയ റെസ്പോൺസ് വരുമെന്ന് കരുതിയില്ല. ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത്. തനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചെന്ന നടിയുടെ പേര് പറയാൻ താല്പര്യമില്ലെന്ന് സിമ്രാൻ വ്യക്തമാക്കി. ആരാണെന്ന് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വാദങ്ങൾ ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് സിമ്രാൻ പറയുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് നല്ല വശവും മോശവശവും ഉണ്ട്. നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക.